നമ്മൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പെർക്കിൻ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ പെർക്കിൻ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. അതായത് ഇറ്റ് ഇൻവോൾവ്സ് ദി അഡീഷൻ ഓഫ് ആസിഡ് അൺഹൈഡ്രേറ്റ്സ്. അതായത് ആസിഡ് അൺഹൈഡ്രേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് കണ്ടെയ്ൻസ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ്. ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള ആൽഡിഹൈഡ്. അതായത് എന്താ പറയാ, that when reacted to aromatic aldehydes in the presence of bases, അതായത് സോഡിയം സോൾട്സ് ഏതെങ്കിലും ഒരു സ്ട്രോങ് ബേസ് ആയിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്സ് ആയിട്ടായിരിക്കും കിട്ടുക. അതായത് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ബെൻസാൽഡിഹൈഡ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബെൻസാൽഡിഹൈഡ് നമ്മൾ എടുക്കുന്നുണ്ട്, അസറ്റിക് അൺഹൈഡ്രൈഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ആസിഡ് അൺഹൈഡ്രൈഡ്സ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ദാറ്റ് കണ്ടെയ്ൻസ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ ഈ ആസിഡ് അൺഹൈഡ്രൈഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ്. ആസിറ്റിക് അൺഹൈഡ്രൈഡ് ആണ് ആസിഡ് അൺഹൈഡ്രൈഡ്സ് പറയുന്നത്. അവർക്ക് എന്തുണ്ട്? അവർക്ക് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ, അവർക്ക് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. That when reacted with benzaldehyde, ബെൻസാൽഡിഹൈഡിനകത്ത് എന്തുണ്ട്? ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഇല്ല. അവർ കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി നടക്കുമ്പോഴത്തേക്കും അവർ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത് ബെൻസാൽഡിഹൈഡും അസറ്റിക് അൺഹൈഡ്രൈഡും ഇൻ ദ പ്രസൻസ് ഓഫ് ഒരു സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്സ് ആണ് നമ്മളുടെ CH3COONA, സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്, അസറ്റിക് ആസിഡ് ആണ് നമ്മളവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് വരുന്നത്, മെക്കാനിസത്തിനകത്ത് ആദ്യത്തെ വരുന്നത് ഈ CH3COONA അത് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് അത് അയണൈസ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് അസറ്റേറ്റ് ആനിയോണിനെ നമുക്ക് എടുക്കാം. അസറ്റേറ്റ് ആനിയോൺ ആയിട്ടും വരും, Na+ ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് എന്താ വേണ്ടത്? കാർബാനിയോൺ ഫോർമേഷൻ ആണ് വേണ്ടത്. അപ്പൊ ഈ കാർബാനിയോൺ ഫോർമേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ എന്താ അസറ്റേറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ വരിക? സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനകത്ത് വരുന്നത് എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ ഈ CH3COONA അത് സ്പ്ലിറ്റ് ആക്കിയിട്ട് എന്തായിട്ട് മാറാ? CH3COO മൈനസും Na+ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ CH3CO- ആണ് വേണ്ടത്. അതാണ് അസറ്റേറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. ഈ അസറ്റേറ്റ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഈ അസറ്റേറ്റ് ആനിയോൺ ഇറ്റ് അബ്സ്ട്രാക്ട്സ് പ്രോട്ടോൺ ഫ്രം അൺഹൈഡ്രേറ്റ്. അതായത് നമ്മൾ യൂസ് ചെയ്ത അസറ്റിക് അൺഹൈഡ്രേറ്റിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ അത് അബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാ വരിക? അതായത് ഈ CH3 COO മൈനസ് പ്ലസ് CH3C ഡബിൾ ബോണ്ട് CH. ഇതാണ് നമ്മളുടെ അൺഹൈഡ്രൈഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ എടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഒരു H
പോയി കഴിയുമ്പോഴത്തേക്കും അത് ഒരു പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താ ഒരു H+ ആണ്. അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്തായിട്ട് മാറാം? CH3COOH ആയിട്ട് വരും. പ്ലസ് അതായത് ഇപ്പൊ ഏതെങ്കിലും സൈഡിൽ നിന്ന് എടുക്കും. ഒന്നെങ്കിൽ ഇവിടുന്ന് H-നെ പോകാം, ഇവിടുന്ന് H ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഒരു H പോകുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ചാർജാ വരിക? ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അതാണ് നമ്മൾ ഇനിയിപ്പോ എഴുതുന്നത്. അടുത്ത നമ്മളുടെ ആനിയോൺ ആയിട്ട് വരും. ഇവിടെ എന്തായിട്ട് വരാം? CH2 മൈനസ് വരും. ബാക്കി COO CH3 ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഇതാണ് നമ്മളുടെ ആനിയോൺ ആയിട്ട് കാർബാനിയോൺ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ ഈ കാർബാനിയോണ് അതായത് ഈ കാർബാനിയോൺ ഇപ്പൊ നമ്മുടെ ബെൻസാൽഡിഹൈഡിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ അവര് തമ്മിലുള്ള റിയാക്ഷൻ ആണ് വരുന്നത്. അവര് തമ്മിലുള്ള റിയാക്ഷൻ വരുമ്പോ എങ്ങനെയാ വരിക? ഈ ബെൻസാൽഡിഹൈഡ് എഴുതുക C ഡബിൾ ബോണ്ട് H പ്ലസ് ഈ കാർബാനിയോൺ ആയത് അതായത് CH2 C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ CH3 ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ ഇതിപ്പോ ഈ ഒരു നെഗറ്റീവ് ചാർജിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഓക്സിജനിൽ ഒരു നെഗറ്റീവ് ചാർജ് കാണും, കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ്, സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരിക. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് കാർബാനിയോൺ ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് ഇത്രയും ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഇത് ഇത്രയും ഫുള്ളി ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് വരുന്നത്? ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. ആൽക്കോക്സൈഡ് അയോൺ എന്നായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിന് പറയുന്നത്. അതായത് ഇത്രയും ജോയിൻ ചെയ്ത് എഴുതുന്ന കിട്ടുന്നതാണ് ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയും. ഇനിയിപ്പോ എന്താ? ആ ആൽക്കോക്സൈഡ് അയോണിനെ നമ്മൾ CH3 നമ്മളുടെ ബേസ് CH3COH ആയിട്ട് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ ആ ഒരു H പ്ലസ് അതായത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ വരിക? CH3 ഇതാണ് നമ്മുടെ ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ? ഇപ്പൊ ഇത് എന്തായിട്ടാ റിയാക്ട് ചെയ്യുന്നത്? ഇത് പ്ലസ് CH3COOH ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു H-നെ എടുത്ത് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു H അഡീഷണലി വരും അല്ലെ? അതിനെ നമ്മൾ പറയുന്നത് ബീറ്റ ഹൈഡ്രോക്സി അൺഹൈഡ്രൈഡ് എന്ന് പറയും. ബീറ്റ ഹൈഡ്രോക്സി അൺഹൈഡ്രൈഡ് എന്നായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിന് പറയുന്നത്. പിന്നെ നമുക്ക് നടക്കുന്നത് ഡീഹൈഡ്രേഷൻ ആയിരിക്കും. ഡീഹൈഡ്രേഷൻ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എന്താ? റിമൂവൽ ഓഫ് അതായത് -H2 നമ്മൾ ചെയ്യണം. റിമൂവൽ ഓഫ് വാട്ടർ. അതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആൻസർ കിട്ടുന്നത് ഇങ്ങനെ കിട്ടുക. ബെൻസീൻ വരും. വാട്ടർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? CH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ CH3. അതായത് ഇത് നമ്മുടെ സിനമിക് ആസിഡ് ആയിട്ടായിരിക്കും വരും. ഇത് ഇത്രയേ ഉള്ളൂ വർക്കിംഗ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതായത് ആനിയോൺ കാർബാനിയോൺ ആക്കുക, പിന്നെ അത് നമ്മൾ അറ്റാക്ക് ചെയ്യുക, ബെൻസാൽഡിഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക, ആൽക്കോക്സൈഡ് അയോൺ എടുക്കുക, പിന്നെ അസിറ്റിക് ആസിഡ് CH3COH വെച്ചിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടക്കും. അവിടെ എന്താ ബീറ്റ ഹൈഡ്രോക്സി അൺഹൈഡ്രൈഡ് ഫോം ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന എന്താ? ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പ് നടന്നിട്ട് കിട്ടുന്ന ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ സിനമിക് ആസിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ വർക്കിംഗ് കണ്ടൻസേഷൻ. അപ്പൊ സ്റ്റേറ്റ്മെന്റും മെക്കാനിസവും ആണ് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ റിയാക്ഷൻസ് ആയിരുന്നു ഈ വുൾഫ് കിഷ്ണർ റിഡക്ഷനും ഈ ക്ലെമൻസൺ റിഡക്ഷനും. അതായത് നമുക്ക് ഹൈഡ്രോ കാർബൺസ്, അതായത് നമുക്ക് ഈ കാർബണൈൽ ഗ്രൂപ്പ്സിനെ നമുക്ക് ഹൈഡ്രോ കാർബൺസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ്, രണ്ട് റിയാക്ഷൻ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്ലെമൻസൺ റിഡക്ഷനും വുൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത്. ആദ്യത്തേതാണ്
ക്ലെമൻസൺ റിഡക്ഷനും രണ്ടാമത്തേത് പറയുന്നത് എന്താ വുൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്നും പറയുന്നത്. ഈ ക്ലെമൻസൺ റിഡക്ഷനകത്ത് എന്താ വരുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത് അമാൽഗമേറ്റഡ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസ് ദ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ എടുക്കാം. ഞാനിപ്പോ ക്ലെമൻസന്റെ കേസ് പറയുകയാണെങ്കിൽ, ക്ലെമൻസൺ റിഡക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വരുന്ന എന്താ, നമ്മളുടെ ജനറൽ റിയാക്ഷൻ വരുന്നത് RCOR in the presence of zinc amalgam and concentrated HCl. കോൺസെൻട്രേറ്റഡ് HCl നമുക്ക് എന്ത് കിട്ടണം, RCH2. അതായത് നമുക്ക് ഇവിടത്തെ ഈ CO മാറിയിട്ട് അവിടെ എന്താ വരിക, CH2 ആയിട്ട് മാറും. അതിനാണ് നമ്മൾ ഹൈഡ്രോകാർബൺ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് ഈ സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റ് HCl എന്ന് പറയുന്നത്. അതാണ് ഈ ക്ലെമൻസനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ മെക്കാനിസം എങ്ങനെയാണെന്ന് പറഞ്ഞത്. മെക്കാനിസം ക്ലെമൻസന്റെ മെക്കാനിസത്തിലേക്ക് പോകും. മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വരാം നമ്മൾ ജനറൽ റിയാക്ഷൻ ആണ് എഴുതുന്നത്. ഇപ്പൊ R എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രൂപ്പ് വേണേലും ആകാം. നമ്മളൊരു പ്രോട്ടോണിനെ അതായത് H+ അഡീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളതിന് H+ കൊടുക്കുക. അപ്പൊ H+ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുക, ഈ H+ ഈ ഓന്റെ അടുത്തേക്ക് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് RC ഡബിൾ ബോണ്ട് OH, ഇവിടെ R ആയിരിക്കും വരിക വിത്ത് ഇവിടെ ഒരു ചെറിയ ഒരു പോസിറ്റീവ് ചാർജും കാണും. ഓക്കെ, ഒരു ചെറിയ പോസിറ്റീവ് ചാർജ്, കാരണം ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അത് കൊടുത്ത് നമ്മൾ ഈ H+നെ ഇട്ടേക്ക് ആക്കി. അപ്പോൾ ഓക്സിജൻ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ അതെന്ത് ചെയ്യുക, അത് അത്രയും സ്റ്റേബിൾ ആയിട്ടല്ലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഡബിൾ ബോണ്ടിന് ഇലക്ട്രോൺസിന് ആർക്ക് കൊടുക്കും, ഈ ഓക്സിജനിലേക്ക് കൊടുക്കും. ഈ ഓക്സിജനിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാം, RC സിംഗിൾ ബോണ്ട് ഓയ്ക്ക്. അപ്പൊ അവിടെ എന്താ, അവിടെ ഒരു ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്, കിട്ടി HR ആയിട്ട് വരും. കാർബൺ എന്ത് ചാർജ് ആയിരിക്കും വരാം, ഒരു പോസിറ്റീവ് ചാർജ് വരും. ഈ പോസിറ്റീവ് ചാർജ് വന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ അടുത്ത സ്റ്റെപ്പില് സിങ്കിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സിങ്കിനെ കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ എന്താ സംഭവിക്കുക, നമ്മൾ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണെന്ന് അർത്ഥം. അതായത് സിങ്കിലുള്ള 2 ഇലക്ട്രോൺസിനെ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആ 2 ഇലക്ട്രോൺസ് എവിടെ പോകും, ഈ കാർബണിന്റെ അവിടേക്ക് പോകും. അതായത് ഇപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് റിഡക്ഷൻ കഴിഞ്ഞു. ക്ലെമൻസനകത്ത് ഇതിനകത്ത് പറയുന്ന മെക്കാനിസത്തിനകത്ത് എന്താ പറയുന്നത്, മിനറൽ ആസിഡ് സപ്ലൈസ് പ്രോട്ടോൺ ടു ഓക്സിജൻ whereas metal zinc supplies an electron pair to electron deficient carbonyl carbon to form carbanion. അതായത് ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ H+നെ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടോണേഷൻ സ്റ്റെപ്പ് ആയിരുന്നു അല്ലെ. പ്രോട്ടോണേഷൻ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇത് റെസനൻസ് സ്റ്റെബിലൈസ്, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസനൻസ് സ്റ്റെബിലൈസേഷൻ സ്റ്റെപ്പാണ് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസനൻസ് സ്റ്റെബിലൈസേഷൻ സ്റ്റെപ്പായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ സിങ്ക് കൊടുക്കുന്നത് എന്താ, അവിടെ ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്ത് സിങ്ക് സപ്ലൈസ് ആൻഡ് ഇലക്ട്രോൺ പെയർ ടു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കാർബണിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
എന്ത് ഫോം ചെയ്യാൻ, കാർബാനിയോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇലക്ട്രോൺസിനെ ആര് കൊടുക്കുന്നത്, സിങ്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തായിട്ട് മാറും, അപ്പൊ ഇവിടെ നമുക്ക് ആർ സി ആർ, ഇവിടെ എന്താ ഒ എച്ച്, കാർബണിന് എന്താ ഇലക്ട്രോൺസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി, നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് നമ്മൾ അവിടെ നമ്മളിനി ഒരു എച്ച് പ്ലസിനെയും കൂടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് കാർബാനിയോൺ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കാർബാനിയോൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ച് പ്ലസിനെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ആ കാർബാനിയോണിലേക്ക് നമ്മൾ എച്ച് പ്ലസിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരിക, നമുക്ക് ആർ സി എച്ച് ആർ ഒ എച്ച് എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു എച്ച് പ്ലസിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതെ, വീണ്ടും ഒരു എച്ച് പ്ലസിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും എച്ച് പ്ലസിനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ എച്ച് പ്ലസ് എങ്ങോട്ടേക്ക് പോവാം, ആ സി, അതായത് ആ ഒ എച്ചിന്റെ അടുത്തേക്കായിരിക്കും അടുത്തത് പോകുന്നത് അല്ലെ. അതായത് നമുക്ക് ആർ സി എച്ച് എന്ത് വരും, ആർ ഒ എച്ച് ടു എന്ന് വന്നു അല്ലെ, എച്ച് ടു എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി വരാ, എലിമിനേഷൻ ഓഫ് വാട്ടർ. എലിമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ സ്റ്റെപ്പ് ഏതാ, അതായത് ഇതിനെ നമ്മൾ കളയാണ്, ഈ എച്ച് ടു റിമൂവ് ആയിട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബാലൻസ് എന്തായിട്ട് വരിക, ആർ സി എച്ച് നമുക്ക് കിട്ടും. ഈ എച്ച് ടു ആയിട്ട് ഫുള്ളായിട്ട് പോകുമ്പോഴത്തേക്കും ഈ കാർബൺ എന്ത് ചാർജ് വരാം, പോസിറ്റീവ് ചാർജ് ആയിട്ടായിരിക്കും വരാം. അപ്പൊ വീണ്ടും പോസിറ്റീവ് ചാർജ് ആയിട്ട് വീണ്ടും നമുക്ക് അതിനെ ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ടുള്ള കഴിവ് ആർക്കാണുള്ളത്, സിങ്കിന് വീണ്ടും ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരാം, വീണ്ടും ആ സിങ്ക്, അതായത് ഈ ആർ സി എച്ച് ആർ പ്ലസിനകത്തോട്ട് വീണ്ടും സിങ്കിനെ കൊടുക്കുക, സിങ്ക് ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പൊ എന്തായിട്ട് മാറും, ആർ സി എച്ച് ആർ നെഗറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കും. ഈ നെഗറ്റീവ് ചാർജ് വീണ്ടും നമ്മൾ ഇതിനെ എച്ച് പ്ലസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റാം, ആർ സി എച്ച് ടു ആർ, നമുക്ക് നമ്മുടെ ഹൈഡ്രോ കാർബണിന് കിട്ടും, നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. ഇതിനകത്ത് നടക്കുന്ന എന്തൊക്കെയാ, ഫോർമേഷൻ ഓഫ് കാർബാനിയോൺ, എലിമിനേഷൻ ഓഫ് വാട്ടറും അഡീഷൻ ഓഫ് പ്രോട്ടോൺ. ഈ 3 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് നടക്കുന്നത്.